ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് 2 ഫ്രണ്ട്സിനെ കാണാനുണ്ട്, എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെ. അപ്പം അതിലൊരാളുടെ ബർത്ത്ഡേ ആട്ടോ നാളെ. അപ്പം അവളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം. മറ്റേ ഫ്രണ്ടിന് മാത്രമേ അറിയുള്ളൂ, ഗീതുവിന് മാത്രമേ അറിയുള്ളൂ. ആര്യയുടെയാണ് ബർത്ത്ഡേ. ആര്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പം ഗീതുവിന് ഹെയർ കെരാട്ടിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ആ സലൂണിലേക്കാണ് പോണേ. ഒന്നുകിൽ ഞാൻ ആദ്യത്തും അല്ലെങ്കിൽ ആര്യ ആദ്യത്തും. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ബൈ. അപ്പോൾ നമ്മൾ അങ്കമാലിയിൽ വണ്ടി വെച്ചിട്ട് പിന്നെ KSRTC ബസ്സിലാണ് കേട്ടോ പോയത്. ബസ്സിൽ നല്ല തിരക്കായിരുന്നേ. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ബസ്സിൽ വെച്ച് ഈ ക്ലിപ്പ് കണ്ടു. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലേ, നല്ല രസമല്ലേ. അങ്ങനെ 1 മണിക്കൂർ തിക്കിലിറങ്ങി ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തിട്ടോ. എന്നിട്ട് പിന്നെ ടിക്കറ്റ് മെട്രോയിലേക്കൊക്കെ കയറി. അങ്ങനെ പുറത്ത് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഗീതുവിനെ കണ്ടു. അതാണ് ഗീതു. ഇത് നാണിച്ച് നിൽക്കാം കേട്ടോ. ഇതാണ് ഗീതു. അപ്പോൾ നമ്മൾ കളമശ്ശേരിയിലുള്ള സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞൊരു ബൊട്ടിക്ക് സലൂണിലാട്ടോ ചെയ്യാൻ പോയത്. കെരാട്ടിനല്ല, ആക്ച്വലി ബോട്ടോക്സ് ആട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ നല്ല പോസ്റ്റായിരുന്നു. അത് ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ എടുക്കുമെന്നാട്ടോ പറഞ്ഞത്. അവരിടയ്ക്ക് ഹെയർ വാഷ് ചെയ്യുന്നു, പിന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. അവൾ കട്ട് ചെയ്തില്ല, പക്ഷേ ഈ പുള്ളി എന്തോ കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പോസ്റ്റായപ്പോൾ മിററിൽ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ അവർ ഹെയറൊക്കെ ട്രൈ ചെയ്തു, അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവളെ ഈ സാധനം ഇടിയിപ്പിച്ചപ്പോൾ എനിക്ക് ഈ സീനാട്ടോ ഓർമ്മ വന്നത്, പട്ടാളം സിനിമയിലെ. അത് കഴിഞ്ഞ് പിന്നെ അവരൊരു പർപ്പിൾ കളറിലുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ഈ ക്യാപ്പ് വെച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുക ക്ലീനിങ് സ്റ്റാഫിനെ പോലെ ഉണ്ടെന്ന്. അപ്പോൾ ഡൗട്ട് തോന്നിയിട്ട് ആര് വിളിച്ചു വിട്ടു തന്നെ. അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തെ ഷോപ്പിൽ നിന്ന് ബിരിയാണി മേടിച്ചിട്ട് മുകളിൽ അവരുടെ പാൻട്രിയിൽ പോയിരുന്ന് കഴിച്ചു കേട്ടോ. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടം. അത് കഴിഞ്ഞ് ഞാൻ അവളുടെ വാച്ചൊക്കെ ഇട്ട് നോക്കായിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ കുറേ നേരം പോസ്റ്റായിട്ടിരുന്നു. അപ്പോഴേക്കും ആര്യ വന്നു. ഹലോ ഗായ്സ്, ഇതാണ് ഞാൻ സർപ്രൈസ് ചെയ്യിക്കാനുള്ള ആര്യ ബാലു. പക്ഷെ ചുറ്റിപ്പോയി, അവൾക്ക് ഡൗട്ട് അടിച്ചു. നാളെ ആര്യയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും ആര്യനെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യൂ. താങ്ക് യു പറയൂ. താങ്ക് യു. ഇതാണ് ആര്യയുടെ ചേച്ചി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചാനൽ അവർക്ക് ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു. അപ്പോൾ അവരതിൽ ഓരോ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കാർഡ് ബാഗിൽ നിന്ന് എടുക്കുന്ന വീഡിയോ എടുത്തപ്പോൾ അവരെന്താണെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു വാട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അതിൽ നിന്ന് കാർഡൊക്കെ പയ്യെ എടുത്തിട്ട് അവൾക്ക് കൊടുത്തു കേട്ടോ. അവൾക്ക് ആകെ ഇങ്ങനെ ഫീസൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട്. കുറേ നാളത്തെ കേട്ടോ ഒരാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവൾക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ അവളത് തന്നെ ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വായിച്ചോളാം എന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അവൾ അതൊക്കെ ഇരുന്ന് വായിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറേ പരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഈ കാർഡ് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ നേരത്തെ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പറ്റുകയാണെങ്കിൽ അതിൽ ഞാൻ എഴുതിയ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് ഫണ്ണി ആയിട്ടുള്ള സാധനം ഞാൻ അവൾക്ക് കോട്ട് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവളുടെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളവിടെ നിന്ന് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പകുതി ഹെയർ സെറ്റാക്കിയിട്ട് അവൾ ഇങ്ങനെ വന്നു കേട്ടോ. ഞങ്ങളൊക്കെ ചിരിച്ച് കളിയാക്കുക അവളെ കാണുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് വെള്ളം തയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് സലീംകുമാറിന് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഫൈനലി അവൾ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് അവളുടെ ഒരു ഫുൾ സൈസ് വീഡിയോ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നേ. അയ്യോ, ഞാനിതിന് മാസ്ക്. അത് കഴിഞ്ഞ് നമ്മൾ ആര്യയ്ക്ക് ഗിഫ്റ്റ് മേടിക്കാനായിട്ട് ഈസി ബൈയിൽ കയറിയിട്ടോ. അവളെയും കൊണ്ട് തന്നെയാണ് പോയത്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചോട്ടെ എന്ന് വെച്ച്. പക്ഷേ അവൾക്ക് ഇഷ്ടപ്പെട്ടത് സൈസ് ഉണ്ടായില്ല, സൈസുള്ളത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോന്നു കേട്ടോ. അവിടെ അത്യാവശ്യം കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ ബാഗ്സും ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തില്ലെങ്കിലും ഫസ്റ്റായിട്ട് നമ്മളവിടെ നിന്ന് മിററിന് ഒരു വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ അഞ്ജു പറയാം അഞ്ജുവിന് ഏറ്റവും ഹൈറ്റ് കുറവെന്ന്. അപ്പോൾ ഞാൻ അവൾക്ക് വിഷമമുണ്ടാന്ന് വെച്ച് ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ കേക്ക് ഹട്ടിൽ പോയിട്ടോ. കേക്ക് മുറിക്കാമെന്ന് വെച്ച് വലിയ കേക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു പീസ് കേക്ക് മുറിച്ച് എല്ലാവർക്കും എടുക്കാമെന്ന് വെച്ച്. എന്നിട്ട് പിന്നെ നമ്മൾ പപ്സൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ അതിൻ്റെ കൂടെ.
അത് കഴിഞ്ഞ് അവൾ തന്നെയാണ് ബില്ല് കൊടുത്തത്. ഞങ്ങൾ ബില്ല് കൊടുക്കാമെന്ന് വെച്ചാൽ പോയ, പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്നിട്ട് പിന്നെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അവിടെ ഇരുന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഇങ്ങനെയൊക്കെ പാടി വിഷ് ചെയ്തു. സൂപ്പറാന്ന് കാണിക്ക്. അരി സൂപ്പറാന്ന് കാണിക്ക്. അരി തിന്നില്ല അല്ലേ? സോറി ഗൈസ്, തിന്നാതെയാണ് അരി സൂപ്പറാന്ന് പറഞ്ഞത്. സഹോദര സ്നേഹം, സഹോദര സ്നേഹം, പകരം വെക്കാനില്ലാത്ത സഹോദര സ്നേഹമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. മുകളിൽ ചക്രാന്ന് തരാൻ പറ്റില്ല, വണ്ടി ഓടൂല. സൂപ്പറാന്ന് എനിക്ക്. എങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ കാണിക്കൂ, എല്ലാവരും ഇങ്ങനെ കാണിക്കൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവൾക്ക് മെറ്റീരിയൽ എടുക്കാമെന്ന് ഓർത്ത് പരാഗിൽ വന്നു കേട്ടോ, ആലുവയിൽ. അവിടെ വലിയ കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ നേരം നോക്കിയിട്ട് ആ ചേട്ടൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽ എടുത്തു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി, അവരും വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ചക്കപ്പുഴുക്കും കട്ടൻ കാപ്പിയും കുടിച്ചു.